Hi friends, welcome to Pratapjit. നമ്മുടെ ഇന്നത്തെ വീഡിയോ Mi Band 3i കുറിച്ചാണ്. ഈ ഒരു ബാൻഡ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂസ്ഡ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ നമ്മുടെ Mi Band 3i നമ്മൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. ബോക്സ് ഇതാണ്. Mi Band 4ൻ്റെ ബോക്സ് നമുക്ക് കാണാം. ഏകദേശം അതുപോലത്തെ ഒരു ബോക്സ് ഒക്കെ തന്നെ. അപ്പോൾ ബോക്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് Mi Band 3i ചാർജിങ് ക്രേഡിൽ ഡോക്യുമെൻറ്റേഷൻ. ബാക്കിയെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ Mi Bandലേക്ക് വരാം. ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. രണ്ടും Mi Band 4 ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ Mi Band 4 ആ ഒരു ഫോറുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല സ്ട്രോങ് ആയ സെയിം ക്വാളിറ്റിയുള്ള സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയർ സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ബിൽഡ് ക്വാളിറ്റി നല്ല സെയിം ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൂടിയ വില കൊടുത്ത് ഷാമിയുടെ ഒരു Mi Band 4 വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ബിൽഡ് ക്വാളിറ്റി, അല്ലെങ്കിൽ Mi Band 3 വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ Mi Band 3iയിലും കിട്ടുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബാൻഡ് തന്നെയാണ്. ഇത് പറയാൻ കാരണം 1299 രൂപ എന്ന പ്രൈസ് പറയുമ്പോൾ മറ്റേ 2000 രൂപയുടെ മുകളിലൊക്കെ വരുന്ന ബാൻഡുകളുടെ ക്വാളിറ്റി ഇല്ല, ബിൽഡ് ക്വാളിറ്റി മോശമാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് Mi Band 3യുടെ ഒരു ലൈറ്റ് വെർഷൻ ആണ്. എങ്കിലും ഞാൻ 4 കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ 4 അവൈലബിൾ ആണ്. അതുകൊണ്ട് പിന്നെ ആരും 3 വാങ്ങിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ 4 കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ആ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ 0.78 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേ മോണോക്രോം വൈറ്റ് ആണ്. നമുക്ക് Mi Band 4ൽ നമുക്ക് കളർഫുൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ മോണോക്രോം വൈറ്റ് എന്ന് പറയുന്ന ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ റിയർ സൈഡിൽ ഹാർട്ട് റേറ്റ് സെൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ ഒരു സംഗതി ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചർ, ഈ പ്രധാനപ്പെട്ട ഹാർട്ട് റേറ്റ് സെൻസർ എന്ന് പറയുന്ന ഫീച്ചർ ഒഴിവാക്കുക, കളർ ഡിസ്പ്ലേ ഒഴിവാക്കുക, ഈ രണ്ട് സംഗതികൾ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രൈസ് കുറച്ചിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയിലോ മറ്റുള്ള മൊത്തത്തിലുള്ള ക്വാളിറ്റിയിലോ സർവീസിലോ ഒന്നും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ക്വാളിറ്റി വൈസ് നല്ലതാണെന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അപ്പോൾ സ്കിപ്പായി പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് സെൻസറാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് എന്ന രീതിയിൽ ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഇതിന് ഹാർട്ട് റേറ്റ് സെൻസർ ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ളൊരു ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് 4.2ൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. 3 ആക്സിസ് ആക്സിലറോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. 110 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാറ്ററിയുടെ ലൈഫ് നോക്കിയാൽ 2.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 20 ദിവസം വരെ ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നുണ്ട്. ഒരു 15 തൊട്ട് 20 ദിവസം വരെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാനിത് 4-5 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നു. 40% ഉണ്ടായിരുന്നു, ഇപ്പോൾ 25%ഓളം കാണിക്കുന്നുണ്ട്. ഒരു നല്ല ബാറ്ററി ലൈഫ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബാറ്ററി ലൈഫ് ഈ ഒരു ബാൻഡിൽ തീർച്ചയായിട്ടും കിട്ടും. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹാർട്ട് റേറ്റ് സെൻസർ ഒഴികെ ബാക്കി എല്ലാ തരത്തിലുള്ള ഫംഗ്ഷനുകളും നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോ റണ്ണിങ്, വാക്കിംഗ്, അങ്ങനെയുള്ള ഫുഡ് സ്റ്റെപ്പ് കൗണ്ടിങ് ഒക്കെ ഇതിൽ നടക്കും. അത്ര ആക്യുറസി ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഒരു കാര്യം കൂടി പരിഗണിക്കാനുള്ളത്, ഹോണർ ബാൻഡ് അല്ലെങ്കിൽ Mi Band 4 നോക്കിയാലും അത്ര വലിയൊരു ആക്യുറസി ഒന്നും നമുക്ക് അവിടെയും പറയാനില്ല. എങ്കിലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. അതേപോലെ ഇതും യൂസ്ഫുൾ ആണ്. പക്ഷെ അത്ര ആക്യുറസി നിങ്ങൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യരുത്. എനിക്കങ്ങനെ ഒരു ഫീലിംഗ് വന്നില്ല. പക്ഷേ എങ്കിലും ഓക്കെയാണ്, തരക്കേടില്ലാത്തൊരു യൂസബിൾ ആയ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ സ്ലീപ്പ് ട്രാക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഉറങ്ങിയത് 1 മണിക്ക് ശേഷമാണ്. എൻ്റെ 4 മണിയോട് അടുത്താണ്. 2 മണിക്കൂറിൻ്റെ സ്ലീപ്പ് കൃത്യമായിട്ട് അത് കാണിച്ചു. പിറ്റേ ദിവസം ഞാൻ 7 മണിക്ക് ഉറങ്ങിയിട്ട് വളരെ നേരം വൈകിയാണ് എണീറ്റത്. ഒരു 9 മണിക്കൂറിൻ്റെ സ്ലീപ്പ് ഉണ്ടായിരുന്നു, അതും കൃത്യമായിട്ട് തന്നെ കാണിച്ചു. അപ്പോൾ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അതേപോലെ മറ്റ് ഫങ്ഷൻസ്, നോട്ടിഫിക്കേഷൻസ്, ടൈമർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ, അതേപോലെ തന്നെ മറ്റ് നോർമൽ മെസ്സേജസ്, കോളുകൾ, വാട്സപ്പ് കോളിൻ്റെ അലർട്ട് എല്ലാം പേര് സഹിതം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി ഫോണിൻ്റെതായ ഫംഗ്ഷൻസ് ഒക്കെ, നോട്ടിഫിക്കേഷനുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതിനകത്ത് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. പിന്നെ ചില സുഹൃത്തുക്കൾ കോൾ എടുക്കാനും റിപ്ലൈ ചെയ്യാനൊക്കെ പറ്റുമോ? അതൊന്നും പറ്റില്ല. സാധാരണ ഫിറ്റ്നസ് ബാൻഡുകളിൽ ഈ അടുത്ത Mi Band 4 ഹോണർ ബാൻഡ് അതിലൊന്നും ഫീച്ചേഴ്സ് ഇല്ല. അതേപോലെ തന്നെ ഇതിനകത്തും അത്തരം ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ മലയാളം സപ്പോർട്ട് ചെയ്യില്ല. ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട്, ഇംഗ്ലീഷ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക, ഈ പറഞ്ഞ പോലെ റണ്ണിങ്, വാക്കിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആയിട്ട് ഇതിനകത്ത് നടക്കുന്നുണ്ട്. സ്റ്റെപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഓർക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു ഫിറ്റ്നസ് ബാൻഡ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഫിറ്റ്നസിൻ്റെതായ കാര്യങ്ങൾ, ഹാർട്ട് റേറ്റ് സെൻസിങ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. അതേപോലെ തന്നെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. അപ്പോൾ ഫീച്ചർ വൈസ് ഒരു നല്ല ഫീച്ചർ പാക്ഡ് ആയ ഒരു ബാൻഡ് തന്നെയാണ് Mi Band 3i എന്ന് പറയുന്ന ബാൻഡ്.
പിന്നെ ഇത് ഏതൊക്കെ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 4.4 എബോ വരുന്ന എല്ലാ ഫോണുകളിലും സപ്പോർട്ട് ചെയ്യും. iOS 9 അതിന് എബോ വരുന്ന എല്ലാ ഫോണുകളിലും സപ്പോർട്ട് ചെയ്യും. ഞാൻ iOSലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു പ്രശ്നവുമില്ല. Mi Fit ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ആഡ് ബാൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് കണക്റ്റ് ആവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അത്രയും വളരെ നിസ്സാരമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂഷ്വലായിട്ട് നമ്മൾ മറ്റേത് ബാൻഡ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ബാൻഡ് ഉപയോഗിക്കാം. ഫുള്ളി ഫങ്ഷണൽ, യാതൊരു പ്രശ്നവുമില്ല. ബിൽഡ് ക്വാളിറ്റിയും നന്നായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ബാൻഡ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇയർഫോണുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ഇയർഫോണൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഞാനിവിടെ ബ്ലൂടൂത്ത് ഇയർഫോണുകൾ, ഇയർബഡ്സ് എല്ലാം കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ബ്ലൂടൂത്ത് സ്പീക്കർ വരെ ഞാൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ അതെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ കണക്ടിവിറ്റിയിൽ മൾട്ടിപ്പിൾ കണക്ടിവിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഒരേ സമയം നമുക്ക് ഒന്നിലധികം ബ്ലൂടൂത്ത് ഡിവൈസുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അത് ഫംഗ്ഷൻ ആവും, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല കണക്ടിവിറ്റി, നല്ല ഫീച്ചേഴ്സ്, നല്ല ബാറ്ററി ലൈഫൊക്കെ അടക്കം നമുക്ക് ഒരു നല്ല ഫങ്ഷൻസ് എല്ലാം തരുന്ന 1299 രൂപ എന്ന് പറയുന്ന പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഷവമിയുടെ ഒരു ബാൻഡായിട്ടാണ് എനിക്ക് ഈ ബാൻഡ് ഫീൽ ചെയ്യുന്നത്. ഒരേ ഒരു മൈനസ് എന്ന് പറയാനില്ല, ഈ പ്രൈസിന് ഹാർട്ട് റേറ്റ് സെൻസർ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിന്റ് ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഒരു അടിപൊളി നല്ലൊരു പ്രൊഡക്റ്റ്, ഷവമിയുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് വഴി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.